ഒരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഹലോ ഗൈസ്, എൻ്റെ പേര് മിലേന, ഇതെൻ്റെ ഫ്രണ്ട് നക്ഷത്ര, ഇത് കൃഷ്ണാങ്ക. ഇന്ന് നമ്മളൊരു സംഭവം ട്രൈ ചെയ്ത് നോക്കാൻ പോകണം. നമ്മൾ കുറെ നാളായി വിചാരിക്കുന്നു ഒരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കണമെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് അത് ഒന്ന് ശ്രമിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. കുറെ നാളായി യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. കുറെ വർഷമായി. ഇപ്പൊ നമ്മൾ 10 കഴിഞ്ഞിട്ട് നിൽക്കാണ്. 5ാം ക്ലാസ് തൊട്ട് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അത് പിന്നെ നമുക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പൊ നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങാന്ന് വെച്ചിട്ട് നമ്മൾ തുടങ്ങിയതാണ്. അപ്പോ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാൻ. എന്നിട്ട് എന്തായാലും കുറെ നാളത്തെ ആഗ്രഹമില്ല. അപ്പൊ നമ്മള് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് ഞാനും നക്ഷത്രം കൂട്ടിട്ടൊന്ന് പോയിട്ട് വരാം. ഇവിടെ നമ്മൾ ലുലു എക്സ്പ്രസിൽ വന്നിരിക്കുകയാണ്. നമ്മളെല്ലാത്തിന്റെ വില നോക്കി 10 രൂപയാണെങ്കിൽ അത്രയും ലാഭം. നമ്മൾ അവസാനം കണ്ടുപിടിച്ചിരിക്കുകയാണ് നമ്മുടെ ആള്. ഇവിടെ നിനക്ക് 2 കൈ ഉണ്ടടി. അതിന്റെ ഉള്ളിക്ക് കൈയിട്. അപ്പൊ അപ്പുറത്തെ കണ്ണാടൻ നോക്കി. അവിടെ കണ്ണാടൻ. നമ്മളിങ്ങനെ സംസാരിക്കുക, അതുകൊണ്ട് കാണുന്നവരാരേലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണുക. നമ്മള് കയറാൻ വേണ്ടി പോവാണ്. 2 കോട്ടയിൽ ഒരു ചാക്ക്. സുറുമു ഒരു ഹായ് പറയൂ. ഹായ് സുറുമു, എന്ത് കാത്തിരിക്കാണ്? ഓക്കെ, ലോഡഡ് ഫ്രൈസ്. നമ്മള് സാധനങ്ങൾ മേടിച്ചിട്ട് നമ്മളെന്താ തരാം. ആദ്യം നമ്മള് എന്താണ് മേടിച്ചത്? നമ്മള് ലാഭം നോക്കി മേടിക്കണോണ്ട് എല്ലാരും മേടിക്കണ റെഡി ടു ഫ്രൈ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ലാഭം നോക്കി മേടിക്കണോണ്ട് അതിന്റെ കാശിനേക്കാൾ കുറവുണ്ടായിരുന്നു. പക്ഷെ ഓഫർ ഉണ്ടായിരുന്നു. അതുപോലെ ഇതുപോലെ ബൈ 1 get 1 ഫ്രീ. ബട്ടർ അതെ, കുറച്ച് ഇതിന്റെ നടക്കും. നമ്മളിനി സാധനം ഉണ്ടാക്കാൻ വേണ്ടി പോണ തത്രപ്പാടിലാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവാ. അതിന് വേണ്ടി നമ്മൾ മസാല ഇടണം. ആദ്യം മഞ്ഞപ്പൊടി എനിക്ക് അളവറിയില്ല, കുഴക്കാൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. മല്ലിപ്പൊടി അല്ല, ഇത് ചിക്കൻ. ഇത് മല്ലിപ്പൊടിയാണ് നമ്മൾ ഇട്ടത്. ഇത് മല്ലിപ്പൊടി എഴുതി കഴിയപ്പോൾ മല്ലിപ്പൊടി വേണ്ടേ? അല്ല, ആരെ ജോസ്പേട്ടൻ. ഇത് നമുക്ക് കുഴക്കാം. ഇതാണ് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. 2 ആൾ ഒരു പാത്രം പിടിച്ച് കുഴക്കും. 3 ആൾ പിടിച്ചു. നീ കൂടെ പിടിച്ചൊരു പിന്നെ നമ്മൾ അത്യാവശ്യത്തിന് കുഴച്ചിട്ടുണ്ട്. കുഴച്ചിട്ട് മാറ്റി വയ്ക്കും. നന്നായിട്ടില്ലേ? ഇപ്പൊ നമ്മളിത് മയോണൈസിനുള്ളത് ഉണ്ടാക്കാം. നമ്മൾ മുട്ട പൊട്ടി ചോദിച്ചിട്ട് മയോണൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. സോ സൂപ്പർ. യെസ്. നമ്മളെ മയോണൈസ് നമ്മളെ പാകത്തിന് വന്ന പോലെ നമുക്ക് തോന്നുന്നു. ഇതിന് നമ്മൾ വറുത്തിട്ട് വേണം ചെറിയ കഷ്ണങ്ങളാക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പൊ ഒരു സംശയത്തിന് നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ മയോണൈസ് ഉണ്ടാക്കി, പക്ഷെ അതിന്റെ കൂടെ ഉള്ളൊരു വേറൊരു വൈറ്റ് സോസ് ഉണ്ടാക്കാറുണ്ട്. നമ്മൾ മയോണൈസ് ഉണ്ടാക്കി സ്ഥിതിക്ക് അത് ഉണ്ടാക്കണമെന്ന് അറിയില്ല, ഒക്കെ കൂടി ക്ലാസ് ആവുമെന്ന് അറിയില്ല. അത് നമ്മൾ കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം.
മുറിക്കാൻ പറ്റുന്നില്ല, എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. അയ്യോ ഇതായിട്ടില്ലേ? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പൊ ഉണ്ടാക്കിയതാണോ? നമ്മള് ചിക്കൻ വറുത്ത് വന്നു. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് അത് ഇടാറുണ്ട്. നമുക്ക് പച്ച ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് തിന്നു നോക്കാം. ബെബണില്ല എന്നിട്ട് 1.5 മണിക്കൂർ വെച്ചു. ഇനി ഇങ്ങോട്ട് കാണിക്കും ആസ്വദിക്കാൻ പറ്റില്ല. എന്റെ നാവിലെ രസഗുണങ്ങളൊക്കെ ഇതില് പൊള്ളലേറ്റ് കരിഞ്ഞു പോയി. ഭയങ്കരം തന്നെ. ക്യാമറാമാന് നമുക്ക് ഒരു കഷ്ണം കൊടുക്കാം. ക്യാമറാമാന ഇല്ല. அப்ப நான் போட்டேனா? ഇപ്പൊ നമ്മള് ചിക്കൻ ഇതിൽ അരിഞ്ഞിടാൻ വേണ്ടി പോവാണ്. അത്ര കൊണ്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണം, അത്രയ്ക്ക് ചെറുതാക്കണ്ട. അപ്പൊ ഗൈസ് ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മൾ അതിനൊരു ചില്ല് പാത്രം എടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രം നമ്മളാക്കിയപ്പോ അത് പ്ലാസ്റ്റിക് ആയിരുന്നു നമ്മുടെ ഉള്ളത്. അപ്പൊ പിന്നെ ഇത് ചീസ് ഇട്ട് കഴിയുമ്പോൾ ചൂടാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചില്ല് പാത്രം എടുത്തു. നമ്മള് കുറച്ച് പേര് വയറ് വാടകയ്ക്ക് എടുത്തു, കുറച്ച് പേര് ഒന്നും കഴിച്ചില്ല. നമ്മൾ ഈ മൊസറല്ല ചീസ് ഇതിക്ക് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കും. A few moments later. അപ്പൊ ഗൈസ് നമ്മളെ ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയുണ്ട്. നമ്മൾ ആദ്യത്തെ ഫ്രൈ ചെയ്തത് കൊണ്ട് രസമുണ്ട്. അപ്പൊ ശരി, നമ്മള് ഇപ്പത്തെ വരാം. അപ്പൊ നമ്മള് ലോഡഡ് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കി കഴിച്ചു. നമുക്ക് അതെ സക്സസ് ആയി. വലിയ പ്രശ്നമൊന്നും തോന്നില്ല. അപ്പൊ നമ്മള് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളെ ആഗ്രഹം ഇനിയും ഇതുപോലെ വീഡിയോസ് ചെയ്യണം, വരണം എന്നൊക്കെയാണ്. ഇനി നമുക്ക് അലോട്ട്മെന്റിന്റെ കാര്യമൊക്കെ ശരിയാവാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അഡ്മിഷൻ ഒക്കെ എടുക്കണം. അത് കഴിഞ്ഞിട്ടാ അതെ നമ്മള് മാക്സിമം വീഡിയോ ചെയ്യണം തന്നെയാണ് ആഗ്രഹം. കുറെ നാളായിട്ടുണ്ടായിരുന്ന ആഗ്രഹമാണ്. അതുകൊണ്ട് അപ്പൊ നിങ്ങളൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാ, മുളയിലേ നുള്ളരുത്. അപ്പൊ എന്താണ്, അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ. ആരെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ.